ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് റിയൽ മാഡ്രിഡ് വേഴ്സ് വലൻസിയ മത്സരത്തെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഗായ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ലാലിഗയിൽ നടന്ന റിയൽ മാഡ്രിഡ് വേഴ്സ് വലൻസിയ മത്സരം 2-1 എന്ന ഗോൾ സ്കോറിനായിരുന്നു റിയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ ഒരു വിജയത്തോടു കൂടി ലാലിഗ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് 43 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെറും 2 പോയിന്റ് വ്യത്യാസത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡാണ് രണ്ടാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അത്ര വലിയൊരു ബെറ്റർ പെർഫോമൻസ് ആയിരുന്നില്ല റിയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ഇതിനു മുന്നേ സെവിയായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ ഫാർ ബെറ്റർ ആയിരുന്നു. ഈ ഒരു മാച്ചായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതും വെലൻസിയ പോലുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ റിയൽ മാഡ്രിഡ് പോലെയുള്ള ഒരു ടീമിനെ നമ്മൾ നോക്കി കാണുന്നത്. അതും അവസാന നിമിഷത്തിൽ ആ ഒരു ലക്ക് ഫാക്ടർ ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വിനീഷ്യസ് ജൂനിയറിൻ്റെ റെഡ് കാർഡൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ വിനീഷ്യസ് ജൂനിയർ ഗ്രൗണ്ടിലുള്ള സമയത്ത് തന്നെ അത്ര വലിയ രീതിയിലുള്ള ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടോ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു മാച്ചിൽ എംബാപ്പയ്ക്കും വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ല എന്നാണ് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കുറച്ചെങ്കിലും ബെറ്ററായിട്ട് തോന്നിയത് ബെല്ലിംഗാമിൻ്റെ ഭാഗത്തോടെ ഒരു പെനാൽറ്റി മിസ് ചെയ്തു. പക്ഷെ പെനാൽറ്റി മിസ് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് മത്സരം മൊത്തത്തിൽ അങ്ങ് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ആ ഒരു പ്ലെയറായിട്ട്. കാരണം നല്ല രീതിയിലുള്ള എഫേർട്ട് കാണാൻ വേണ്ടി സാധിച്ചു. ബെല്ലിംഗാമിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബാക്ക് സപ്പോർട്ട് ഇപ്പോൾ സെബായോസിൻ്റെ കയ്യിൽ നിന്നായാലും വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ ആ ഒരു ബിഗ് മിസ്റ്റേക്കാണ് ലൂക്കാസ് വാസ്കസിൻ്റെ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. കാരണം പുള്ളിയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് പല മത്സരങ്ങളിലും പുള്ളീനെ തെളിയിച്ചൊരു കാര്യമാണ്. കാരണം ഒരു രീതിയിലും ആ ഒരു പൊസിഷനിൽ ആ പുള്ളി ആപ്റ്റല്ല. റൈറ്റ് ബാക്ക് എന്ന് പറയുന്ന പൊസിഷൻ അത്യാവശ്യം ഫ്രണ്ട് ലൈൻ ഒഫൻസീവിലായാലും ഡിഫെൻസീവിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരിക്കണം. അതുപോലെ ക്രോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കണം. ഇപ്പോൾ എംബാപ്പയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എംബാപ്പയ്ക്ക് ബോൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബെല്ലിംഗാം ഓർ വിനീഷ്യസ് ജൂനിയർ. വേറൊരു പ്ലെയറിൻ്റെ ഭാഗത്തുനിന്നും ആ ഒരു പ്രഷർ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. ഈ ഒരു മാച്ചസ് എന്നല്ല, പല മാച്ചസിലായാലും ചിലപ്പോൾ വേറൊരു കാര്യം, എംബാപ്പയുടെ പൊസിഷൻ നമ്പർ 9 പൊസിഷനല്ല, ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷനിലാണ് എംബാപ്പ ഇപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു മത്സരത്തിലെ ആദ്യ 11ലേക്ക് വരുമ്പോൾ 4-4-2 എന്ന ഒരു ഫോർമുലേഷൻ ആയിരുന്നു കാർലോ യൂസ് ചെയ്തത്. കാരണം 2 സെൻറ്റർ ഫോർവേഡ് എന്ന റോളിലായിരുന്നു വിനീഷ്യസ് ജൂനിയർ, കിലിയൻ എംബാപ്പെ. പക്ഷെ അതൊരിക്കലും സക്സസ് ആവാൻ വേണ്ടി സാധിച്ചില്ല എന്ന് വേണം തന്നെ പറയാൻ. എനിക്ക് തോന്നുന്നില്ല എംബാപ്പെ, കാരണം ഇപ്പോൾ ഒരുപാട് മാച്ചസായി ഒരു സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോഴും സഫറിങ് തന്നെയാണ്. ഒരു തരത്തിലും ആ ഒരു പൊസിഷനിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എംബാപ്പയ്ക്ക് സാധിക്കുന്നില്ല. പക്ഷെ വേറൊരു വിഷയം, എംബാപ്പയുടെ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് ഫോർവേഡാണ്. പക്ഷെ ആ ഒരു വിനീഷ്യസ് ജൂനിയർ എന്ന പ്ലെയറിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് റിയൽ മാഡ്രിഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പുതിയൊരു ടാക്ടിക്സ് കൊണ്ടുവന്നാൽ എംബാപ്പെ എന്നുള്ള ഒരു പ്ലെയറിനെ റിയൽ മാഡ്രിഡിന് ഒരു നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം പ്രൈം എംബാപ്പയുടെ ഫോം ഒരിക്കലും അത്യാവശ്യം ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ PSG കളിച്ച ആ ഒരു പകുതി ഫോം പോലും ഇപ്പോൾ റിയൽ മാഡ്രിഡിന് വേണ്ടി ഇതുവരെ കളിച്ച ഒരു മത്സരത്തിലും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവാറായി. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മസ്റ്റായിട്ട് റൈറ്റ് ബാക്ക് ഒരു അത്യാവശ്യം കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ അർണോൾഡിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ആ ഒരു ബിഡ് റിജക്റ്റ് ചെയ്തതായിട്ടാണ് ഡേവിഡ് ഓൺസ്റ്റൈനൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല അർണോൾഡ് ലിവർപൂള് വിട്ടിട്ട് ഒരിക്കലും റയൽ മാഡ്രിഡ് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അർണോൾഡ് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഫ്യൂച്ചർ എനിക്ക് ലിവർപൂളിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട് പ്ലേ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ് എന്ന്
അർണോൾഡ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർണോൾഡ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് വാൻ ഡൈക്കിൻ്റെ ആ ഒരു റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ വാൻ ഡൈക്കിൻ്റേതും പറയുമ്പോൾ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കാം അർണോൾഡിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.